തിരക്കാഴ്ചകൾക്ക് മിഴി തുറന്ന് തലസ്ഥാനം. അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 54 രാജ്യങ്ങളിൽ നിന്നുള്ള 335 സിനിമകളാണ് മേളയുടെ ഭാഗമാകുക. ഉദ്ഘാടന ചിത്രമായി കാൻ മേളയിൽ മികച്ച ഡോക്യുമെന്ററിക്ക് ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് പ്രദർശിപ്പിച്ചു. ഇത്തവണത്തെ അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 750ഓളം ഡെലിഗേറ്റുകളും 200ഓളം വിദ്യാർത്ഥികളുമാണ് രജിസ്റ്റർ ചെയ്തത്. 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 54 രാജ്യങ്ങളിൽ നിന്നുള്ള 335 സിനിമകൾ ഭാഗമാകും. പൊരുതുന്ന പാലസ്തീന് ഐക്യദാർഢ്യം അർപ്പിച്ച് 4 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. മന്ത്രി MP രാജേഷ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സഹിഷ്ണുതയോടെ ഭിന്നാഭിപ്രായങ്ങൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് പരമപ്രധാനമായ കാലത്ത് കേരളത്തിന്റെ ജനാധിപത്യ മാതൃകയാണ് മേളയിലെ തുറന്ന സംവാദ വേദികളെന്ന് മന്ത്രി പറഞ്ഞു. നീതിയിലും മാനവികതയിലും വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാം പലസ്തീനും ഗാസയ്ക്കുമൊപ്പം അണിചേരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പൊരുതുന്ന പലസ്തീനൊപ്പം എക്കാലത്തും ഈ കാലത്തും അടിയുറച്ച് അചഞ്ചലമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഒരർത്ഥത്തിൽ കേരളത്തിന്റെ ഐക്യദാർഢ്യം കൂടിയാണ് പലസ്തീൻ സിനിമകൾ ഈ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. സാധാരണ മുഖ്യധാരയിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരുടെ ജീവിതത്തെ, അവരുടെ സഹനങ്ങളെയൊക്കെയാണ് ഡോക്യുമെന്ററികൾ ആവിഷ്കരിക്കുന്നത്. ആ ഡോക്യുമെന്ററികൾക്കാണ് ഇവിടെ ഇടം കിട്ടുന്നത്. ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ബേഡി ബ്രദേഴ്സിന് സമ്മാനിച്ചു. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. has profoundly influenced public understanding of India's natural history. The documentaries on tigers, elephants and other wildlife have been showcased globally on major television networks. Notable works include Saving the Tiger and Man-Eating Tigers. ഉദ്ഘാടന ചിത്രമായി ഈ വർഷത്തെ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.